ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന രാഗം മായാമാളവ് ഗൗള. മായാമാളവ് ഗൗള ഒരു മേളകർത്താരാഗാണ്. 15ാമത്തെ മേളകർത്താരാഗാണ് മായാമാളവ് ഗൗള. മായാമാളവ് ഗൗള രാഗാണ് സംഗീത വിദ്യാർത്ഥികൾ ആദ്യമായി പഠിക്കണ രാഗം. ഇതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ വരുന്നത് സരി ഗ മ പധ നീ സ സാ നീ ധ പ മ ഗ രേ സ ഇതാണ് ഇതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ വരുന്നത്. ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത് ഷഡ്ജം, ശുദ്ധ ഋഷഭം, അന്തരകാന്താരം, മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കാകളി നിഷാദം. ഇതാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത്. ഇതിലത്തെ പ്രധാനപ്പെട്ട കൃതികൾ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കൃതിയാണ്, എല്ലാവരും ഉണ്ടായിരിക്കുന്ന ഒരു കൃതിയാണ്. സംഗീത വിദ്യാർത്ഥികളും പഠിച്ചിരിക്കേണ്ട ഒരു കൃതിയും കൂടിയാണ് ഈ കൃതി. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കൃതി. ദേവദേവ കലയാമി തേ ചരണാംബുജ സേവനം ദേവദേവ കലയാമി തേ ചരണാംബുജ സേവനം. ഇതാണ് ആദ്യത്തെ കൃതി. പിന്നെ പറയേണ്ട കൃതി ഒരു വർണ്ണാണ്, അതും സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ തന്നെയാണ്. സാ രാ സേ ജ നാ ഭ മൂ രാ രേ. ഈ ഒരു വർണ്ണം ഇതും സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഒരു വർണ്ണാണ്. പിന്നെ പറയാനുള്ളത് ത്യാഗരാജ സ്വാമികളുടെ കുറച്ച് കൃതികളാണ്. ആദ്യം തന്നെ തുളസീദളമൂലചേ സന്തോഷമുഖ പൂജിന്തു തുളസീ ദളമൂലചേ സന്തോഷമുഖ പൂജിന്തു. ഈ ഒരു കൃതി ഇതൊരു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കൃതിയാണ് ത്യാഗരാജ സ്വാമികളുടെ. ഇതുപോലെ തന്നെ ത്യാഗരാജ സ്വാമികളുടെ തുളസി ദേവിയെ സ്തുതിച്ചും കൊണ്ട് ഒരു കൃതിയുണ്ട്. ദേവി ശ്രീ തുളസം ബ്രോചൂടകു ദേവി ശ്രീ തുളസം ബ്രോചൂടകു ദേവി ശ്രീ തുളസം ോടകീതേ സമയ മയം. ഈ ഒരു കൃതി ഇതും പിന്നെ ത്യാഗരാജ സ്വാമികളുടെ തന്നെ ഒരു കൃതി മേരു സമാന എന്ന് പറഞ്ഞിട്ടൊരു കൃതി, മേരു സമാന ധീര എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. പിന്നെയുള്ള കൃതി പൊന്നയ്യ പിള്ളയുടെ ഒരു കൃതിയാണ്. മായാതീത സ്വരൂപിണി മായാതീത സ്വരൂപിണി നനു ബ്രോവവേ മായാതീത സ്വരൂപിണി നനു ബ്രോവവേ. ഈ ഒരു കൃതി
ഇതും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതിയാണ്. പിന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കൃതിയും ഒരു പ്രത്യേകതയും കൂടിയുള്ള ഒരു കൃതിയാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ ശ്രീനാഥാദി ഗുരുഗുഹ ജയതി എന്ന് പറഞ്ഞിട്ടുള്ള കൃതി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്യാഗരായ സ്വാമികൾ ആദ്യമായിട്ട് രചിച്ച കൃതിയാണ് മായാമാളോകവള രാഗത്തിൽ ഈ കൃതി. ശ്രീനാഥാദി ഗുരുഗുഹോ ജയതി ജയതി ശ്രീനാഥാദി ഗുരുഗുഹോ ജയതി ജയതി ശ്രീ ചിദാനന്ദനാഹമിതി സന്തതം ഹൃദി നിവച ശ്രീനാഥാദി ഗുരുഗുഹോ ജയതി ജയതി. ഈ ഒരു കൃതി വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കൃതിയാണ്. അടുത്തത് അശോക് ആർ മാധവ് എന്ന് പറഞ്ഞിട്ട് ഒരു വാഗ്ഗേയകാരൻ്റെ ഒരു കൃതി. അംബയുവതി ജഗന്മാതേ എന്ന് പറഞ്ഞിട്ടൊരു കൃതി. പിന്നെ ഉള്ളത് ജയചാമ മഹാരാജാവിൻ്റെ ഒരു കൃതിയുണ്ട്. ക്ഷീരസാഗര ശയന വക്ഷസ്ഥല നിവാസിനി പ്രണമാമി ക്ഷീരസാഗര ശയന വക്ഷസ്ഥല നിവാസിനി പ്രണമാമി മറ്റൊരു കൃതി. പിന്നെ മുത്തയ്യ ഭാഗവതരുടെ ഒരു കൃതിയുണ്ട്. ഇതൊരു നവഗ്രഹ കൃതിയിലത്തെ ആദിത്യദേവനെ കുറിച്ചിട്ടുള്ളൊരു കൃതിയാണ്. ആദിത്യം ദേവാദി ദേവം ആദിത്യം ദേവാദി ദേവം മറ്റൊരു കൃതി. ഇത്രയാണ് മായാമാളോകവള രാഗത്തുള്ള പോപ്പുലറായിട്ടുള്ള കൃതികളും. വേറെയും കുറേ കൃതികളുണ്ട്. പോപ്പുലറായിട്ടുള്ള കൃതികൾ ആണ് ഇത്രയും കൃതികൾ. പിന്നെ സിനിമാ പാട്ടുകൾ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് വിയറ്റ്നാം കോളേജിൽ നിന്ന് പറ്റുള്ള സിനിമയിലത്തെ പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനിക്കോലായിലരുണോദയം പകലക പൊരുളിൻ്റെ ശ്രീരാജധാനിയിൽ ഹരിത കമ്പളം നീട്ടി വരവേൽപ്പിനായി ഇതിലേ വരു സാമഗാന വീണ മീട്ടിയഴകെ. ഈ ഒരു പാട്ട്. പിന്നെ ഭരതം എന്ന് പറഞ്ഞ സിനിമയിലത്തെ ഒരു പാട്ട്. രാജമാതങ്കി പാവനി രാജമാതങ്കി പാവനി ഈ ഒരു പാട്ട്. പിന്നെ പൊന്മുടിപ്പുഴയോരത്ത് പറഞ്ഞിട്ടുള്ള സിനിമയിലത്തെ ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതു മതി ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അതു മതി അണിയാരപ്പന്തലിനുള്ളിൽ ഹരിമാവിൻ കോലമിടാം തിരുദേവി കോവിലിനുള്ളിൽ തിരയാട്ടക്കുമ്മിയിടാം ഈ കുഞ്ഞാങ്കിളി കൂവുന്നത് കുയിലിനറിയുമോ. ഈ ഒരു പാട്ട്. പിന്നെ പറയാനുള്ള കൃതി പാട്ട് 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലത്തെ പാട്ട്. അനാദിഗായകൻ
പാടുന്നു. അനാദിഗായകൻ പാടുന്നു. അറിവിൻ മതിലുള്ള മാനസത്തിൽ അമ്പലനടയിലെ ആലിലയിൽ അനാദിഗായകൻ പാടുന്നു. ഈ ഒരു പാട്ട്. അടുത്തത് ഭാര്യ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ മുൾക്കിരീടം എന്തിനു തന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. പിന്നെ പച്ചക്കുതിര എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലത്തെ വരവേൽക്കുമോ എൻ രാജകുമാരി, വരവേൽക്കുമോ എൻ രാജകുമാരി, നിൻമിഴിയിൽ മിന്നും ശരറാന്തലുമായി. ഈ ഒരു പാട്ട്. പിന്നെ ആമയും മുയലും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലത്തെ കുകു കുക്കു കുഴലൂതും കുനുകുരുവി, കുകു കുക്കു പുലഭാഷം കുളിരരുവി. ഈ ഒരു പാട്ട്. ചമ്പൽക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലത്തെ പത്മരാഗ വീണ ഇത് മീട്ടിയാടുവാൻ ലഹരി ലഹരി. ഇങ്ങനെ ഒരു പാട്ട്. വർണ്ണം എന്ന സിനിമയിലത്തെ ദലമർമരം ദലമർമരം ഒരു വർഷ ബിന്ദുവിൽ അലിയുകയാണൊരു ദലമർമരം. ഈ ഒരു പാട്ട്. പിന്നെ സുന്ദരക്കില്ലാടി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലത്തെ കൂടാരക്കൂട്ടിൽ തേങ്ങും കുയിലേ, ആകാശം തേടും നീലക്കുയിലേ, കൂരിരുളിൽ സ്വന്തം ശ്രുതി ചികയും കുയിലേ, നീ എൻ്റെ ഈണം മറന്നോ ചൊല്ലോ, ഈ നെഞ്ചിൻ താളം മറന്നോ കുയിലേ. ഇതൊക്കെയാണ് മായാമാളകുള രാഗത്തിലുള്ള പ്രധാനപ്പെട്ട സിനിമ പാട്ടുകൾ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതിന് സപ്പോർട്ട് തരിക. നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.